പ്രൈസ് ലോർഡ്. ദൈവവചനം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹത്തെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാടുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തനം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് ഒരു ഭക്തൻ പറയുകയാണ്. ദൈവവചനം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുകയാണ്. പാപം ചെയ്യാതിരിക്കുവാൻ ഒരു ഭക്തൻ ദൈവത്തോട് തന്റെ ഹൃദയത്തിലേക്ക് വചനത്തെ ചോദിക്കുകയാണ്. അടുത്തതായി സങ്കീർത്തനക്കാരൻ തന്നെ ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കും. ദൈവവചനം നമ്മെ സൗഖ്യപ്പെടുത്തും. നമ്മുടെ മാനസികമായ, ശാരീരികമായ, ആത്മീകമായ സകല മേഖലകളിലും സൗഖ്യം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആഗ്രഹം നമ്മുടെ അകത്ത് വർദ്ധിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രേരിപ്പിക്കും, ഉത്സാഹിപ്പിക്കും. 19 സങ്കീർത്തനം 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അതെ, നമ്മുടെ പ്രാണനെ വചനം തണുപ്പിക്കുകയാണ്. അടുത്ത് പറയുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ജ്ഞാനിയാക്കി മാറ്റുകയാണ്. അടുത്ത 8 വാക്യം പറയുന്നു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അതെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. അടുത്തു പറയുന്നു, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അതെ, ഇരുട്ടായ നമ്മുടെ കണ്ണുകളെ അത് പ്രകാശിപ്പിക്കുകയാണ്. അടുത്തതായി ദൈവവചനം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ അനുഗ്രഹമുള്ളവരായി മാറുകയാണ്. എങ്ങനെയാണത്? വെളിപ്പാട് പുസ്തകം 1 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ, വചനം വായിച്ച് കേൾപ്പിച്ചാൽ അനുഗ്രഹമാണ്, കേൾക്കുന്നതും അനുഗ്രഹമാണ്, അത് പ്രമാണിക്കുന്നതും അനുഗ്രഹമാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവവചനം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ. അടുത്തതായി ദൈവവചനം നമുക്ക് വിശ്വാസം തരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതെ, വിശ്വാസം നമ്മുടെ അകത്ത് വിശ്വാസത്തെ ജനിപ്പിക്കുന്നത്, നമ്മളെ ഒരു വിശ്വാസ വീരനാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ അകത്ത് വിശ്വാസം ഉളവാകുന്നത് ദൈവവചനത്താലാണ്. ബ്ലസ് യു. ഈ വചനപ്രകാരം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.